പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ കൈകളാൽ കർത്താവിന്റെ വലിയ അത്ഭുത പ്രവൃത്തി നടന്ന ശേഷം പത്രോസ് 2ാമത്തെ പ്രസംഗത്തിന്റെ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. 3-ാം അധ്യായത്തിന്റെ 12ാമത്തെ വചനം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞ്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നതുപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? കാരണം ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. പത്രോസ് അങ്ങനെയാ പറഞ്ഞത്, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണെന്ന്. കാരണം ദൈവം തന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളെ നടത്തുമ്പോൾ മാനവും മഹത്വവും കൊടുക്കേണ്ടതും എടുക്കേണ്ടതും കർത്താവ്. എന്റെ പ്രാർത്ഥനയിൽ, എന്റെ ആരാധനയിൽ, എന്റെ സ്തുതിപ്പിൽ ഇത് നമ്മളെ ദൈവം ഏൽപ്പിക്കുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് അത്ഭുതം ചെയ്യുന്നത്, ദൈവമാണ് അടയാളം പ്രവർത്തിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണെന്നേ. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം അത്ഭുതത്തിലേക്ക് കടന്നു വരാൻ ഇടയാകും, അത്ഭുതപ്പെടുവാൻ ഇടയാകും. കാരണം ഇന്നും ജീവിക്കുന്ന കർത്താവ് മരിച്ചിട്ടില്ല, അവൻ ഇന്ന് നമ്മുടെ നടുവിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം, തിരിച്ചറിയണം. നമ്മളെ അറിയുന്നൊരു കർത്താവ്. പത്രോസ് അതിശക്തമായിട്ടാണ് പ്രസംഗിച്ചത്. മുടന്തന്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നത്? ഇതുപോലെ സൗഖ്യപ്പെടുത്താൻ കഴിയുന്ന യേശു, അവൻ മരിച്ചവനെ ഉയർപ്പിച്ചവനാ, തളർന്നു കിടന്നവന് സൗഖ്യം കൊടുത്തവനാ, മുടന്തനെ അവന്റെ മുടന്തൊക്കെ മാറ്റിയതാ. അന്ന് യേശു ചെയ്ത പ്രവൃത്തി ഇന്ന് അപ്പസ്തോലന്മാർ ചെയ്യുമ്പോഴാണ് അവർ ഭയങ്കരമായി അത്ഭുതപ്പെടുവാൻ ഇട വന്നത്. ഇന്നും ആ പ്രവൃത്തി നിന്നു പോയിട്ടില്ല പ്രിയമുള്ളവരെ. ഇന്നും ദൈവം രോഗികളെ സുഖപ്പെടുത്തുന്നു, ബന്ധനമുള്ളവന്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ചുവിടുന്നു, ദുഃഖമുള്ളവന്റെ ദുഃഖമെല്ലാം മാറ്റിവിടുന്നു, ഹൃദയത്തിൽ ഭാരപ്പെടുന്നവന്റെ ഭാരങ്ങളെല്ലാം നീക്കുന്ന ഒരു കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ടെന്നേ. ഇന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിന്റെ കൂടെ നമുക്ക് മനസ്സു തുറന്നൊന്ന് ആരാധിക്കാൻ കഴിയുമോ? കർത്താവേ, എന്റെ വിഷയത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, നീ എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുത പ്രവൃത്തിയെ നടത്തണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഇന്ന് ഉത്തരം തരണമേ, എന്നെ നീ അത്ഭുതകരമായ പ്രവർത്തനം നടത്തണമേ. ഇന്നും ജീവിക്കുന്ന എന്റെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കണ്ട് അനുഭവിച്ച് കടന്നു പോകാൻ പത്രോസിന്റെ പ്രസംഗം കേട്ട് ആ പ്രസംഗത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുവാൻ ഇടവന്നു. ഞങ്ങളുടെ സ്വന്തം കഴിവല്ല, കർത്താവിന്റെ പ്രവൃത്തിയാണിതെന്ന് അവർക്ക് ഏറ്റുപറയാൻ കർത്താവ് കൃപ കൊടുത്തു. കാരണം ഇങ്ങനെ അത്ഭുതം ചെയ്യുന്ന ഒരു യേശു എന്റെയും നിന്റെയും കൂടെ ഉണ്ടെന്നാ കർത്താവ് പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശു എന്റെ അകത്തിരുന്ന് എന്നോട് പറയുകയാണ്, മകനെ, നീ എന്നിൽ വിശ്വസിക്കുക, ഞാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാ, നിന്റെ ഏത് വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന കർത്താവാ. നീ ജോലിയില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ നിനക്ക് ജോലി തരാൻ കഴിയുന്ന ഒരു ദൈവമാ ഞാൻ. നീ വേദനിക്കുന്നെങ്കിൽ നിന്റെ വേദന മാറ്റുന്നൊരു കർത്താവാ ഞാൻ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കൂടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി ഞങ്ങളുടെ മധ്യേ നീ അയക്കണം. നീ ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച് നിന്റെ കൂടെ ആയിരിക്കാനായി നീ ഇന്ന് ഇടയാക്കണം. ഞങ്ങൾ അത്ഭുതങ്ങൾ കാണുമ്പോൾ അത് വേറെ ആരുടെയെങ്കിലും ജീവിതത്തിലാണ് എന്ന് പറഞ്ഞ് അവർക്ക് അത്ഭുതം കിട്ടി, ഇവർക്ക് അത്ഭുതം കിട്ടി എന്നല്ല, എന്നിലൂടെ ദൈവം പ്രവർത്തിക്കണം. എന്റെ കർത്താവിന്റെ കൃപയിലേക്ക് എന്നെ കൊണ്ടുവരണം. എനിക്ക് എന്റെ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കണം. അവന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അവൻ മഹത്വം എടുക്കണം. എന്നിൽ ദൈവപ്രസാദം ഉണ്ടാകണം. കർത്താവേ, അതിനുള്ള ശക്തിയും കൃപയും എന്റെ മേലേക്ക് അങ്ങ് പകർന്നു തരണം. എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. നീ നടത്തിക്കൊണ്ടിരിക്കുന്ന വഴികളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയുടെ ആത്മസാന്നിധ്യം അനുഭവിച്ച് കടന്നു പോകാൻ കർത്താവ് ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.